പുതുടിക്ക് ലക്ഷത. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ബസ് എടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ബസ് എടുത്തേക്കുവാണ്. അപ്പോൾ ബസ്സിൻ്റെ റിവ്യൂവും പിന്നെ ബസ്സിന് ഇച്ചിരി പണി നമ്മൾ ഓൾറെഡി ഇച്ചിരിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരിയും കൂടെ ചെയ്യണ വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ബസ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ സെഡോൺ ആണ് ഗൈസ് നമ്മുടെ ബസ്, പിന്നെയല്ല. അപ്പോൾ നമ്മുടെ പുതിയൊരു ചെറുക്കൻ നമ്മുടെ ടീമിലോട്ട് ചേർന്നേക്കോട്ടെ, നമ്മളെ RDGT ടീമിലോട്ട് ചേർന്നേക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്ന ഇച്ചിരി മോഡിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലിപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ മിറർ നമ്മുടെ മിറർ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ പിക്സൽ നെയിം ബോർഡിൽ ചുമ്മാ സ്റ്റിക്കർ അടിച്ചിട്ടുള്ളൂ, അത് മറ്റേ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സ്റ്റിക്കർ അടിക്കണം. പിന്നെ നമ്മളിവിടെ വീൽ കപ്പ് അത് നമ്മൾ ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു ലൈറ്റായിട്ടുള്ള ഗ്രീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫുൾ ബ്ലാക്ക് കളർ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അവിടെ നമുക്കിനി വേർഡ്സ് എഴുതാനുള്ളതാണ്. പിന്നെ പുറകിൽ നമുക്കൊരു വലിയ സ്റ്റിക്കർ അടിക്കണം. പിന്നെ ഇവിടെ RDGT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ അതുപോലെയൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അകത്തെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആണ് ഗൈസ്. അകത്തൊന്നും ചെയ്യല്ല. നമ്മളിത് എടുത്തിട്ടൊരു ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടുള്ളൂ ഗൈസ്. നമ്മൾ പ്രകാശിന്ന് നമ്മുടെ ഈ കുട്ടപ്പനെ ഇറക്കിയിട്ട്, പ്രകാശിനി ഇവനെ ഇറക്കിയിട്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രകാശിന്ന് ഇറക്കി ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സ്ഥലത്ത് പണിയാൻ കൊടുത്തു. അവർ ലൈറ്റ് ആൻഡ് വർക്കാണ്, ഫുൾ ലൈറ്റ് ആൻഡ് വർക്ക് സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ അലാസ്കയുടെ ഇച്ചിരിയൊക്കെ പോലെയാണ്, പക്ഷെ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഇച്ചിരി അതുപോലെയൊക്കെ സെയിം ആയിട്ടാണ് നമ്മൾ ഇച്ചിരി ചെയ്തേക്കണത്. ഓക്കെ, അപ്പോൾ അലാസ്കയുടെ ഉൾഭാഗം പോലെ തന്നെ കേട്ടോ നമ്മുടെ അവിടെ ക്യാബിൻ്റെ അവിടെ ചെയ്തേക്കണേ. പിന്നെ അകഭാഗം ഇച്ചിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്തതെന്ന് പറയുവാണെങ്കിൽ വണ്ടിക്ക്. പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നവരാണ് നമ്മുടെ വണ്ടിയുടെ പിക്സൽ നെയിം ബോർഡ് ഈ സ്ഥലമില്ലേ അവിടെ ഇച്ചിരി മാറ്റം വരുത്തണം. പിന്നെ പുറകിൽ നമുക്ക് സ്റ്റിക്കർ അടിക്കണം, ഇവിടെ വേർഡ്സ് അടിക്കണം ഇച്ചിരിയൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ ലോഗോ എടുക്കണം. നമ്മളൊരു പുതിയ ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റിവീൽ ചെയ്യണമായിരിക്കും. നമ്മുടെ അലാസ്കയ്ക്കും നമ്മൾ ലോഗോ അടിച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. പക്ഷേ അത് മിനിഞ്ഞാന്നല്ല കുറച്ച് ഒരാഴ്ച 3 ആഴ്ച മുമ്പൊക്കെ അടിച്ചാട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ വിഷമമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ BMR കൊടുത്തിട്ടാണ് നമ്മൾ ഈ സെഡോൺ എടുത്തത്. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കണം കേട്ടോ ഗൈസ്. നമ്മുടെ BMR കൊടുത്തിട്ടാണ് സെഡോൺ മേടിച്ചത്. അയ്യോ ഗൈസ്, മഴ പെയ്യണം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്ത് കയറാട്ടോ ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ BMR കൊടുത്തിട്ടാണ് നമ്മുടെ സെഡോൺ എടുത്തേക്കണം. അപ്പോൾ നിങ്ങളതൊന്ന് ആലോചിക്കണം. നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നമ്മൾ BMR അധികം വീഡിയോയിൽ കാണിച്ചിട്ടില്ല, BMR അധികം. ഓക്കെ, ഇപ്പോൾ BMR കാണിക്കാത്തെന്ന് പറയുകയാണെങ്കിൽ കുറേ ഓട്ടം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് സമയം കിട്ടില്ല, അത് കാരണം കേട്ടോ ഗൈസ്. അകത്ത് പിന്നെ നമ്മൾ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഗൈസ്. ഇനി നമ്മളിപ്പോൾ നേരെ പോകുന്നെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സൈഡിലോട്ട് ചേർത്തിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. നമ്മളിനി നമ്മുടെ ഈ സ്റ്റിക്കർ അടിക്കണ നമ്മുടെ കടയിലോട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ സ്റ്റിക്കർ അടിക്കണ കട. ഓക്കെ, സെറ്റ്. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഗൈസ് പോകണം. നമുക്ക് ഇവിടുത്തെ സ്ഥലം അധികം അങ്ങനെ അറിയില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പാലക്കാടിലോട്ട് മാറും കേട്ടോ ഗൈസ്. അതെന്നാന്ന് ചോദിച്ചാൽ ഇത് മറ്റേ ഓട്ടം പോണതാണ് ഗൈസ് പ്രശ്നം. അതിനറിയോ, നമ്മൾ ഓൾ ഇന്ത്യ അല്ല, നമ്മൾ എങ്ങോട്ട് വേണേലും ഓൾ കേരള ട്രിപ്പ് പോകണമാണ്. നമ്മൾ ഓൾ കേരള ട്രിപ്പ് പോകണമാണ് നമ്മൾ. അപ്പോൾ എല്ലാ ജില്ലയിലുമൊക്കെ പോയി നമ്മൾ ട്രിപ്പ് എടുക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, എന്നാന്നറിയോ, നമ്മളാണെങ്കിൽ ആ ഓരോരോ സ്ഥലത്ത് പോയി നമ്മൾ എടുക്കും. പക്ഷേ അത് കുറേ ദൂരമാണ് ഗൈസ് ആ സ്ഥലത്തോട്ട് പോകാൻ. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോകാൻ, പാലക്കാടിലേക്ക് പോകാൻ എനിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇച്ചിരി സമയം പിടിക്കും ഗൈസ്. അത്രയും സമയം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ പാലക്കാടിലോട്ട് പോകണം, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ അങ്ങനെ ഇടുക്കി അടുത്തല്ലേ ഗൈസ്. അത് കാരണം ഒക്കെ പോകാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേ? ഓക്കെ, അവിടെ ചെന്നിട്ട് തിരിക്കാൻ വേണ്ടി.
അത് കാരണം നമ്മൾ ചിലപ്പോൾ പാലക്കാടിലോട്ടോ അല്ല തൃശ്ശൂരിലോട്ടോ നമ്മുടെ വണ്ടിയെല്ലാം അങ്ങോട്ട് മാറ്റും. അവിടെ ഒരു ഗ്യാരേജ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പാലക്കാടും തൃശ്ശൂരും ഒക്കെ. നമ്മൾ ചിലപ്പോൾ പാലക്കാടിലോട്ട് മാറും അല്ല തൃശ്ശൂരിലോട്ട് മാറും. കൂടുതൽ സാധ്യത നമ്മൾ പാലക്കാടിലോട്ടാണ് മാറുന്നത് കൂടുതൽ സാധ്യത. എന്ന് വെച്ചാൽ പാലക്കാടിലാണ് ഇച്ചിരി കൂടുതൽ ട്രിപ്പ് ഉള്ളത് ഗൈസ്, അതാണ്. ഓക്കെ, നമുക്കിപ്പോൾ വേഗം അങ്ങോട്ട് പോകണം ഗൈസ്, വേഗം പോകണം. നമ്മളിപ്പോൾ സ്റ്റിക്കർ അടിക്കാനല്ലേ പോകണം. രാത്രിയാണ് പറയാം, ഇപ്പോൾ രാത്രി ഇച്ചിരിയൊക്കെ രാത്രി 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ 6:30 നമുക്ക് സമയം കളയില്ല, വേഗം പോകണം. 6:30 ഒരു 8 മണി അത്രയൊക്കെ ആകുമ്പോഴത്തേക്കും കട ചിലപ്പോൾ അടയ്ക്കും. ഇന്ന് അധികം സ്റ്റിക്കർ അടിക്കാൻ ഉണ്ടെങ്കിൽ അടയ്ക്കില്ല, സ്റ്റിക്കർ അടിക്കാൻ ഇല്ലെങ്കിൽ അടയ്ക്കും കേട്ടോ ഗൈസ്, അതാണ് ഇച്ചിരി പ്രശ്നം. ഓക്കെ, നമുക്കിപ്പോൾ നേരെ പോകണ്ട. ഓക്കെ, സെറ്റ്. പിന്നെ നമ്മുടെ വണ്ടിയിൽ സ്പീക്കർ സൗണ്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഗൈസ് റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, റെഡ് ലൈറ്റ് ഇവിടെ നിർത്താട്ടോ ഗൈസ്. ഇതാട്ടോ ഗൈസ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അധികം ഇല്ല. പിന്നെ നമ്മുടെ പിക്സൽ നെയിം ബോർഡിൻ്റെ അവിടെ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റിക്കർ അടിച്ചിരിക്കണം, ഇച്ചിരി മാറിപ്പോയി. അപ്പോൾ നമുക്ക് അത് പറിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിക്കർ അടിക്കണം, റിയൽ സ്റ്റിക്കർ അടിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ സ്റ്റിക്കർ അടിക്കണ കടയിൽ ചെന്നിട്ട് നമ്മുടെ അകഭാഗം കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ട്രാഫിക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അങ്ങോട്ട് പതിയെ കയറ്റാം. ഇതൊരു ചെറിയ ഗ്യാരേജ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇത് ഒരു ചെറിയൊരു കടയെന്ന് പറയാൻ പറ്റില്ല, ഇത് അത്യാവശ്യം ഇച്ചിരി വലിയ കടയാണ്. ഇവിടെയാണ് നമ്മുടെ അലാസ്ക നമ്മൾ കൊണ്ടുപോകുന്നത് ഇച്ചിരിയൊക്കെ പണിയാൻ വേണ്ടിയേ. ഇവിടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ സ്റ്റിക്കർ അടിക്കാനും പിന്നെ ഇച്ചിരി കാര്യങ്ങൾക്കൊക്കെ അലാസ്ക ഇവിടെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ മിക്ക ബസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ള ഇവിടുന്നാണ് കേട്ടോ ഗൈസ്, അല്ല വേറെ എവിടെയും നമ്മൾ പോകാറില്ല. പിന്നെ നമ്മൾ പാലക്കാട് അങ്ങോട്ടൊക്കെ പോവും. നമ്മൾ പാലക്കാട് അങ്ങോട്ടൊക്കെ പോകുന്നല്ല, നമ്മളിവിടെ എവിടെയായിരുന്നു, കാസർഗോഡോ അത്രയും ദൂരമൊന്നും പോലല്ലോ. കാസർഗോഡൊന്നും പോകില്ല കേട്ടോ ഗൈസ് നമ്മളെ വണ്ടി. കാസർഗോഡ് നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണേൽ പോവും, പക്ഷെ അത് പറഞ്ഞ ബസ്സിൻ്റെ ആക്സസറീസ് ഒന്നും മേടിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകില്ല കേട്ടോ ഗൈസ്, അത് ഇച്ചിരി പണിയാണ്. ഓക്കെ, കാസർഗോഡല്ല, നമ്മൾ ഇന്നാൾ ഏതൊരു ജില്ലയിൽ പോയായിരുന്നല്ലോ ഗൈസ്, പക്ഷെ അത് ഞാൻ മറന്നു പോയിട്ടേ. നമ്മുടെ നമ്മുടെ BMRൻ്റെ ഇച്ചിരി സാധനങ്ങൾ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി മേടിക്കണുണ്ട്. BMR നമ്മൾ സെക്കൻഡ് ഹാൻഡ് അഡ്രൈസ് മേടിച്ചേ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കണത് എനിക്ക് ചെറുതായിട്ട് ഇഷ്ടമല്ല. പിന്നെ 2 ബസ് ഇരിക്കട്ടെ എന്ന് ഓർത്ത് മേടിച്ചതാണ്. ഇതിവിടെ ഒരു കോണുണ്ട് കേട്ടോ ഗൈസ്, അതാണ്. ഓക്കെ, വണ്ടിയുടെ ലൈറ്റ് ഇപ്പോൾ ഇടുവാണെ കണ്ടോ ഗൈസ്, വണ്ടിയുടെ ലൈറ്റ് മാസ് ലൈറ്റാണ് ഗൈസ്, കണ്ടോ. ഇനി വൈപ്പർ ഇടാൻ നേരത്ത് നമ്മുടെ സാധനം സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈപ്പർ ഇട്ടില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. വൈപ്പർ ഇട്ടില്ലെങ്കിൽ പോലും നമുക്കങ്ങനെ സെറ്റാവും, വൈപ്പർ ഇട്ടില്ലെങ്കിൽ പോലും. ഓക്കെ, നമ്മുടെ വണ്ടി അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇടുവാണെങ്കിൽ നമ്മുടെ പിക്സൽ നെയിം ബോർഡിൽ ഇച്ചിരി മാറ്റം വരും, അത് നമുക്ക് സ്റ്റിക്കർ മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മുടെ ബസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വണ്ടിയിൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക്. ഓക്കെ, നമുക്കൊന്ന് ഇറങ്ങാട്ടോ നമ്മുടെ വണ്ടിയുടെ വെളിയിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ആ ചേട്ടനോട് പറയണം നമുക്ക് ഓരോരോ കാര്യങ്ങൾ. ഈ ബോണറ്റിൽ അടിക്കണം. പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റണം. നമുക്ക് കിട്ടിയത് വേറൊരു നമ്പർ പ്ലേറ്റ് ആണ്. അപ്പം നമ്പർ പ്ലേറ്റ് നമ്മുടെ ആയിട്ട് മാറ്റണം. നമുക്ക് ഒരു നമ്പർ പ്ലേറ്റ് രസമില്ല. അയ്യോ ഗൈസ്, നമ്മൾ റിവേഴ്സ് ഇട്ടിട്ടാട്ടോ ഗൈസ് ഇറങ്ങി. അയ്യോ, റിവേഴ്സ് ഇട്ടിട്ട് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ വണ്ടി ഓഫ് ചെയ്തായിരുന്നു, പക്ഷേ റിവേഴ്സ് ലൈറ്റ് ഓൺ ആക്കി കിടക്കുന്നു. ഇപ്പം ശരിയായി. ഓക്കെ, വണ്ടിയും കൂടെ ഓഫ് ആക്കിയിട്ടേക്കാം ഗൈസ്. വണ്ടി ഓഫ് ആക്കിയില്ല, കീ കിടക്കുമായിരുന്നു, അത് കുഴപ്പമില്ല. നമ്മൾ ഹാൻഡ് ബ്രേക്ക് കിട്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്കിനി ചേട്ടനോടൊക്കെ പറഞ്ഞ് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് നമുക്ക് കാണാട്ടോ ഗൈസ്. 75 years later. അങ്ങനെ ചേട്ടൻ നമ്മളോട് പറഞ്ഞ് സ്റ്റിക്കർ അടിച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മളിവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നല്ല സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബസ് അവിടെ റെഡിയായി കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ബസ്സൊന്ന് സെറ്റാകണം. പിന്നെ ഇവിടെ അടുത്തായിട്ട് ഇവിടെ ചെറിയൊരു ആക്സസറീസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ ചെറുതായിട്ട് സ്റ്റിക്കർ മാത്രമല്ല ആക്സസറീസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
നമ്മുടെ പുറകിലത്തെ ലാഡറില്ലേ ലാഡർ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ പുറകിൽ നമ്മുടെ വണ്ടിയുടെ ലാഡർ അത് നമുക്ക് അവിടെ നിന്ന് എടുത്തപ്പോൾ നമുക്ക് ലാഡർ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ലാഡർ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ പുറകിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിതാ എപ്പിക് ഹീറോ എന്ന് പറഞ്ഞ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആദി GT എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗോയാണ് ഗൈസ്, നമ്മുടെ ലോഗോ. അത് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ഒരു റിവ്യൂല് നമ്മൾ ചെയ്യുമെന്നും പറഞ്ഞില്ലേ ഗൈസ്, അതാണ് നമ്മുടെ ഈ ലോഗോ. അപ്പം വെട്ടത്തിറങ്ങിയിട്ട് നന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ദ സ്പാർക്ക് മേക്കർ എന്ന് പറഞ്ഞുണ്ട്. പിന്നെ സൈഡിൽ ഇവിടെ ആദി GT എന്ന് പറഞ്ഞ്, പിന്നെ ദ എപ്പിക് ഹീറോ. പിന്നെ ഫ്രണ്ടിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഫ്രണ്ടിൽ നമ്മൾ ലൂഫിന്ന് അഡീഷൻ നെയിമായിട്ട് ലൂഫിന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആദി GT ഇവിടെ നമ്മൾ പിക്സൽ നെയിം ബോർഡിലായിട്ടുള്ള ലൈറ്റ് അത് കൂട്ട് സ്റ്റിക്കറാണ് അടിച്ചേക്കണേ. ഓക്കെ, ഇനി ബാക്കിൽ വരുവാണെങ്കിൽ ഗൈസ് ലൂഫിയുടെ പടം ഗൈസ്. പിന്നെ അല്ല, ഫ്രണ്ടിൽ ലൂഫി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ ബാക്കിൽ ലൂഫിയാണ്. അപ്പോൾ ലൂഫി ബാക്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാഡർ ഇതാണ് ഗൈസ്, നമ്മുടെ ലാഡർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാഡർ. പിന്നെ ആദി GT. പിന്നെ ഇവിടെ മറ്റേ വൺ പീസിനകത്തുള്ളൊരു സ്കളില്ലേ ഗൈസ്, അത് ആ പടം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി ഇച്ചിരിയും കൂടെ പണിയുണ്ട് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ വണ്ടി ഒന്ന് കയറട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട് അങ്ങനെ വണ്ടിക്കകത്ത്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. മഴയുണ്ടല്ലോ വെളിയിൽ, മഴയുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് വെളിയിൽ ഇറക്കാം ഗൈസ്. ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ, വിഷയം രാത്രി എന്നാ ലൈറ്റാണ് ഗൈസ്. നമുക്കിനി വണ്ടി ഒന്ന് പതിയെ ഇറക്കിയിട്ട് വെളിഭാഗത്തുനിന്ന് മഴയല്ലേ ഗൈസ്, എങ്ങനെ കാണിക്കാനാ. നമുക്കപ്പോൾ നമ്മുടെ ഷെഡിൽ പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഷെഡിലല്ല, നമുക്ക് പതിയെ വെളിയിലിറക്കിയിട്ട് മഴ അധികം ഇല്ല ഗൈസ്, മഴ ഇച്ചിരി ഉള്ളൂ, അധികം പെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇറക്കിയിട്ട് കാണിച്ചിരക്കണ്ട ഗൈസ്. നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇടായിരുന്നു. നമ്മൾ പിക്സൽ നെയിം ബോർഡിൽ ഇങ്ങനെ ലൈറ്റ് എത്തും, അത് മാസല്ലേ ഗൈസ് ആ സീൻ. പിന്നെ നമ്മൾ വേറൊരു മോഡും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ് എത്തും, റെഡ് ലൈറ്റും. പിന്നെ നമ്മളിവിടെ സ്ട്രിപ്പ് ലൈറ്റ് ആ ലൈറ്റും ഇങ്ങനെ കത്തുന്ന പോലെയാവും. ഓക്കെ, നമ്മളെ സ്റ്റിക്കറും കൂടെ ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്കും സീനായിട്ട് പുറകിലൊക്കെ ബാക്ക് എൻ്റെ അങ്ങനെ ലാഡറും കൂടെ വെച്ചപ്പോഴത്തേക്കും സീനായി. ഓക്കെ, ഇനി വണ്ടിയുടെ അകഭാഗം കാണിച്ചു തരാം ഗൈസ്. വണ്ടിയുടെ അകഭാഗം കാണിച്ചു തരാം. ആദ്യം വണ്ടിയുടെ ഡോറും തുറക്കട്ടെ. എൻ്റെ മോനെ, ഡോറൊക്കെ അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അകഭാഗത്ത് കയറിയിട്ട് കാണാം. അപ്പോൾ ഈ അങ്ങനെ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ നമ്മൾ ഫുട്ബോൾ ലേസറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അകഭാഗം എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇവിടെയൊക്കെ നമ്മൾ ചെറിയ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മുടെ സ്പീക്കർ ടൈസ് ഇവിടെ നമ്മളിങ്ങനെ കൊടുത്തേക്കണം. ഇങ്ങനെ പുറകിൽ ബാക്ക് വർക്ക് നോക്കുകയാണെങ്കിൽ സീറ്റെല്ലാം നമ്മൾ റെഡ് കളറിലാണ് കൊടുത്തത്, കർട്ടൻസും അതുപോലെയൊക്കെ തന്നെ. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഈ മറ്റേ എങ്ങനെയാണ് ഈ കാട്ടിലത്തെ ഒരു മറന്നു പോയി, ഒരു ക്യാരക്ടറിൻ്റെ പേരാണോ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുറകിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്വിച്ച് ബോർഡ്സ്, ഫാന്, AC അങ്ങനെയൊക്കെയാണ്. ഇനി ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിയാത്ത കേസ്. ഓക്കെ, ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ കേസ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബസ്സിൻ്റെ അകഭാഗത്ത് വർക്ക് ചെയ്തേക്കുന്നത് ലയൺ കിങ് ആട്ടോ കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ ലേസറും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇനി നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയുടെ അകഭാഗം നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. പിന്നെ ക്യാബിൻ അധികം അങ്ങനെ കാണാനൊന്നുമില്ല ഗൈസ്, ക്യാബിൻ. ഓക്കെ, അപ്പോൾ വണ്ടി പതിയെ ഒന്ന് വെളിയിൽ ഇറക്കാം. ഹാൻഡ് ബ്രേക്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ആരും അങ്ങനെ വരുന്നൊന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പോകണം നമ്മുടെ ഷെഡിലോട്ടായിരുന്നു ഗൈസ് നമ്മൾ ഇനി പോണേ. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. പിന്നെ ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു, എല്ലാവർക്കും ബൈ.